അപ്പൊ നമ്മൾ അങ്ങനെ ഇവരുടെ വീട്ടിലെത്തിക്കഴിഞ്ഞു. ഇതാരാണിത്? കൊച്ചു ശങ്കുരു. ശങ്കുരു? അത് പേരാണോ? റിയൽ പേരാണോ? റിയൽ പേര് ശങ്കുരു ഗുരു എന്നുള്ളതല്ലേ? ശങ്കുരു ഗുരു ഒന്നുമില്ല, ശങ്കുരു. ബീൻ ചേച്ചി മഞ്ചേട്ടനും കൂടി ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി. റെഡി? കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കരളിലെ ചോരയായി പാരിൻ്റെ പാപങ്ങൾ കഴുകിത്തുടച്ചവനേ, കരളിലെ ചോരയാൽ പാരിൻ്റെ പാപങ്ങൾ കഴുകിത്തുടച്ചവനേ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിടുന്നു, ഹല്ലേലൂയാ ഹല്ലേലൂയാ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിടുന്നു, ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. വരൂ, ഇനി അകത്ത് ഹല്ലേലൂയാണ് നമ്മള്. ബീന ചേച്ചിയുടെ ഫാമിലിനെ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി ബീന ചേച്ചിയുടെ പാചകത്തിലുള്ള ഒരു കഴിവ് എന്താണെന്ന് നോക്കാം. അപ്പം ഇന്ന് എന്താണ്? തികച്ചും രസകരമായിരിക്കും, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ സാധാരണ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും മനസ്സിലറിയാം, വെജിറ്റേറിയൻ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല, എല്ലാം നോൺ വെജിറ്റേറിയൻ ബഹളമാണ്. അതാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ക്രിസ്മസിന് സാധാരണ നമ്മൾ ചിക്കൻ, ബീഫ്, പോർക്ക്, ഫിഷ് എല്ലാം ആണ്. അപ്പൊ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് വേറൊരു വെറൈറ്റി സാധനം ചെയ്യാൻ പോവാണ്. മട്ടൻ, ആട്ടിറച്ചി. അപ്പൊ ആട്ടിറച്ചി വെച്ചിട്ട് നമ്മളൊരു വറുത്തരച്ച ആട്ടിറച്ചി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, അതിന്റെ കൂടുതൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാനത് കുക്ക് ചെയ്യാം. അതിന് കൂടുതൽ അതിന്റെ എന്താ പറയാ, അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ എന്നെക്കാൾ കൂടുതൽ വേറെ പുള്ളി അതിനെ പറ്റി ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. പുള്ളിയുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ്, അതുകൊണ്ട് പറയണം. പുള്ളിയുടെ അമ്മയാണ് ഇതിന്റെ ഒരു മെയിൻ റെസിപ്പി തന്നത്. അപ്പൊ എൻ്റെ അമ്മ മദറിലൂടെ എന്താണ് സ്പെഷ്യൽ ഐറ്റം ആണ്, അത് ഞങ്ങൾ ഇങ്ങോട്ട് നിന്ന് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഡിഷിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാനായിട്ട് ആരെ വിളിക്കണം? നമുക്ക് മനുവിനെ വിളിക്കാം. മനു വാ, നീ മനുവിന്റെ. ഹലോ, നമസ്കാരം. വീണ്ടും നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മട്ടൻ കറി. മട്ടൻ, ഇതിന്റെ പേരൊന്നുമില്ല ചേച്ചി, മട്ടൻ കറി. ഇത് ഇടുന്ന പേരെന്താന്ന് എനിക്കറിയില്ല. മൺചട്ടി KFC എന്നൊക്കെ പറയുന്ന പോലെ MMC. അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോ നമ്മളുടെ മനസ്സിൽ എല്ലാം ബീഫൊക്കെയാണ് ആദ്യം വരുന്നത്. നമുക്കൊരു വ്യത്യസ്തതയാവുന്ന കാരണം എല്ലാം ചിക്കനും ഇതൊക്കെ ആയിരിക്കും എല്ലാ ചാനലുകളിലും. അപ്പൊ നമുക്ക് മട്ടൻ സ്പെഷ്യൽ ഒരു ക്രിസ്ത്യൻ മുസ്ലിം സാധാരണ മട്ടനിലേ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഡിഷസ് ഒക്കെയാണ് ഇത്. പക്ഷേ നമ്മൾ വറുത്തരച്ച് ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാൻ എന്റെ മദറിലോ ചെയ്ത് മാത്രമേ ഞാൻ അത് കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് നമുക്കൊന്ന് ഇന്ന് എല്ലാവരും നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുറെ നേരം അടച്ചു വെച്ചിരിക്കുന്നത്, ഭയങ്കര സസ്പെൻസ്. ഞാൻ തുറക്കാൻ പോവാണ്. 1 2 3 അതാ തുറന്നു. ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണോ? ഇല്ല, ഒന്നുമില്ല. നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി മട്ടൺ ഒന്ന് വേവിച്ചു വെച്ചു. അത് നമുക്ക് ആദ്യം പറയാം എന്തെല്ലാം കാര്യങ്ങൾ വേണം, എന്നിട്ട് ഏത് ഈ പരുവത്തിലാവുന്നതിന് മുന്നേ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കൊന്ന് പറയാം. പ്ലീസ്, തീർച്ചയായിട്ടും പറയാം, അത് സീക്രട്ട് ആണ്. അതെ. അപ്പൊ നമ്മള് എന്താണ് ആദ്യം തന്നെ നല്ല മട്ടൺ വാങ്ങിക്കുന്നു. നല്ല മട്ടൺ എന്ന് വെച്ചാൽ നല്ല ഇതില് മട്ടൻ ആരാ വാങ്ങിച്ചെന്ന്? എവിടെ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചു? നല്ല മൂത്ത മട്ടൻ ഒന്നല്ല, നല്ല കിളിന്ത് മട്ടൻ എടുത്തു. അവരെ കൊണ്ടുവന്ന് റെഡിയാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചു. അതിനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം വേണ്ട സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ. നമ്മൾ ആദ്യം തന്നെ ഒരു തേങ്ങ എടുത്തു. അതിന്റെ പകുതി നമ്മൾ ചിരണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി ചിരകി എടുത്തിട്ട് പിഴിഞ്ഞ് വെക്കുക തേങ്ങാപ്പാല്. ഇത് എത്ര കിലോ മട്ടൺ ആണ്? നമ്മള് ഇത് 2 കിലോ മട്ടൺ. 2 കിലോ മട്ടൺ. അത് നമ്മൾ ഒരു തേങ്ങ എടുത്തു, ഫുൾ തേങ്ങ. അതിന്റെ പകുതി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇങ്ങനെ അടിക്കണ്ട ഇപ്പോഴത്തെ അല്ല ഇതിപ്പോ ഇത്ര വലുതെടുത്തു അറിയാമോ? ഇത് 2 ഇത്രയും വലിയ തേങ്ങ അല്ല ഇത്ര വലിയ തേങ്ങ ഉണ്ട്. ഞങ്ങളിപ്പോ എടുത്ത് ഇത്ര വരും പുള്ളി കണ്ടില്ല കേട്ടോ. അത് തേങ്ങ പൊളിക്കുന്നതിന് മുമ്പ് ഇത്ര ഉണ്ടാവും. അപ്പൊ ആ തേങ്ങ നമ്മൾ പൊളിച്ചെടുത്തു. അതിന്റെ പകുതി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ആ പകുതി പിഴിഞ്ഞെടുത്ത പാലില് നമ്മള് ഈ മട്ടനെ വേവിക്കാൻ പോവാണ്. 2ാം പാലില്. 2ാം പാലില്. ഫസ്റ്റ് പാല് നമ്മൾ പിഴിഞ്ഞ് നമുക്ക് മാറ്റിയെടുത്ത് വെക്കാം. ഈ രണ്ടാമത്തെ പാല് പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ട് ഈ മട്ടൻ, കഴുകിയ മട്ടൻ അതിലേക്ക് ഇട്ടു. അതിലേക്ക് നമ്മള് ഫസ്റ്റ് നമ്മള് ഈ വേവിക്കാൻ ഉപയോഗിക്കേണ്ടത് ഇഞ്ചി, പച്ചമുളക്. തെറ്റൊന്നുമില്ലല്ലോ, കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞത്? ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ കുറച്ച് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഓക്കെ, അപ്പൊ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി നമ്മൾ നമ്മൾ എടുക്കുന്നില്ല. അപ്പൊ ഇതിനകത്ത് കുറച്ച്, കാരണം ഒരു മഞ്ഞ കളർ വേണമല്ലോ, അപ്പൊ ഒരു കുറച്ച് കാര്യമായിട്ട് മഞ്ഞപ്പൊടി നമുക്ക് എടുക്കുന്ന അറിയാലോ. ഒരു 2 കിലോയ്ക്കൊക്കെ ഒരു ഇതുപോലത്തെ 2 സ്പൂൺ ഇടേണ്ട വരുമായിരിക്കും. ഞാൻ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത്ര ഇട്ടിരുന്നു. അത് ഏകദേശം ഒരു ടീസ്പൂൺ അത്ര ഇട്ട് നമ്മള് വേവിച്ചു. എത്ര നേരം വേവിക്കുന്നത്? ഇത് നമ്മൾ കുക്കറിൽ പ്രഷർ കുക്കറിൽ വേവിക്കാം. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ വേവിന്റെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഒരു 3 വിസിൽ ആവുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. 3 വിസിലില് വേവിച്ച് മാറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന മട്ടനാണിത്. അതാണ് സസ്പെൻസ് ആയിരുന്നു. ഇത്രയും ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മള്. ഈ മട്ടൻ, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി എടുത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. ഇനിയാണ് നമ്മളുടെ ശരിക്കുള്ള കുക്കിങ്ങിലേക്ക് അംഗം തുടങ്ങാം. അതെ, ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇത് ഇരിക്കട്ടെ. നമുക്ക് ബാക്കി എന്തൊക്കെ സാധനങ്ങൾ റെഡിയാക്കി വെക്കണം എന്നൊന്ന് പറഞ്ഞേക്കട്ടെ. ഓക്കെ, ബാക്കി ഉള്ള ഈ അരമുറി തേങ്ങയാണ് നമ്മളിവിടെ 2ാം പാൽ ഉപയോഗിച്ചത്. ബാക്കിയുള്ള ഫസ്റ്റ് തേങ്ങയില് ഞാൻ പിഴിഞ്ഞു, ഇത് ഞാൻ എടുത്ത് വെച്ചു മാത്രം. അത് പിഴിഞ്ഞ് ആദ്യത്തെ പാൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു പകുതി തേങ്ങ. നമ്മൾ ഒരു തേങ്ങയല്ലേ പിഴിഞ്ഞത്, ബാക്കി തേങ്ങ നമ്മളിവിടെ വറുത്തരച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയാം. ബ്രൗൺ കളർ വരെ. അത് ഒരുപാട് കറക്കണ്ട കേട്ടോ, ഒരു അപ്പൊ ഇതിന്റെ കൂടെ കേൾക്കേണ്ട കുറച്ച് സാധനങ്ങൾ കൂടിയുണ്ട്. ഈ തേങ്ങ മാത്രമല്ല, തേങ്ങ, ഉള്ളി, ചുവന്ന ഉള്ളി കുറച്ച് വേണം. കുറച്ച് നല്ല അതിന്റെ ഒരു ടേസ്റ്റ് ഇതാണ് ഇതിന്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഈ തേങ്ങ, ചുവന്നുള്ളിയും, പിന്നെ വേപ്പിലയും കൂടെ, പിന്നെ നല്ല മല്ലിപ്പൊടി ചേർക്കണം, കുരുമുളക് പൊടി. ഇത്ര സാധനങ്ങൾ ഇതിനകത്ത് ചേർന്നിട്ട് ഇനിയുള്ളത് നമുക്ക് വേറെ. ഇനിയിപ്പോ എളുപ്പമുള്ളൂ, പണി പടപടേന്ന് കഴിയും. കുക്കിംഗ് തുടങ്ങാം. ഇനിയാണ് നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇത് വേവിച്ച് വെച്ചിരിക്കുകയാണല്ലോ. നമ്മൾ ഈ കൂട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊന്ന് വേഗം വിടാം അല്ലെ? ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ മട്ടൻ കറിയാണ്. ഓക്കെ, കാരണം അത് ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ എൻ്റെ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡാഡിയുടെ അമ്മ അവിടെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് മട്ടൻ കറി ഉണ്ടാക്കും പണ്ട്. അമ്മൂമ്മ ഇല്ല, അപ്പൊ അമ്മാമ്മ ഉണ്ടാക്കിയ മട്ടൻ കറിയുടെ ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് എന്ത് ടേസ്റ്റ് വട്ടിച്ച്. അതിന്റെ ഒരു വകഭേദമാണത്. എനിക്ക് തോന്നുന്നത് എനിക്ക് അമ്മാമ്മയുടെ അത്രയും നന്നായിട്ട് അമ്മച്ചിക്ക് അറിയില്ല, എൻ്റെ അമ്മയ്ക്ക് അറിയില്ല ഉള്ള കാര്യം പറയാം. പക്ഷെ എന്നിരുന്നാലും അമ്മച്ചിയുടെ ഈ മട്ടക്കറി നല്ല ടേസ്റ്റ്. ഇതിപ്പോ നീ ഏത് ലെവലിൽ നിൽക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാല് കൊളസ്ട്രോള് മറ്റേന്ന് മറിച്ചെന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ടായി. വീട്ടിലുള്ള ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ. പിന്നെ ഇതിന്റെ വില എന്ന് പറയുന്നത് ഭയങ്കര വിലയാണ്. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ക്രിസ്മസ് ഒക്കെ വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. അന്ന് നമുക്ക് നോ പ്രോബ്ലം. മലയാളികൾക്ക് എന്നും ക്രിസ്മസ് അല്ലേ? മലയാളികൾക്ക് എന്നും ക്രിസ്മസിന് മാത്രമല്ല ഒരു സ്പെഷ്യൽ ഡേ. ഒരാള് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലിപ്പോ ഒരാവശ്യമില്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കും. ഒരു ഹർത്താൽ വന്നു കഴിഞ്ഞാൽ അത് ആഘോഷമായി. അപ്പൊ ഞാൻ പണ്ടായിരുന്നു ക്രിസ്മസ് ഓണം എന്നൊക്കെ പറഞ്ഞതൊരു അന്ന് കാത്തിരിക്കുന്ന വിശേഷമാണ്. ഇന്നൊക്കെ പറഞ്ഞാൽ ഡെയിലി ക്രിസ്മസ് ഓണം ആഘോഷം. അതുകൊണ്ട് ഇതൊരു സ്പെഷ്യൽ ഡേ ഒന്നും നമ്മളാക്കില്ലെങ്കിലും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത. സാധാരണ ആൾക്കാർ പോർക്കൊക്കെ അല്ലേ, പോർക്ക് ഭയങ്കര, ഡക്ക്, പോർക്ക് അതൊക്കെയാണ് ഭയങ്കര സ്പെഷ്യല്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇതും പാലപ്പവും ഒരു സ്പെഷ്യൽ ഡിഷ് ആക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ ഇപ്രാവശ്യം. പാലപ്പം ഉണ്ടോ? യെസ്, പാലപ്പം ഉണ്ടാക്കുന്നുണ്ടോ? നമുക്ക് പാലപ്പം. അപ്പൊ MMCയും എല്ലാത്തിലും ഒരു ഷോർട്ട് ഫോം ആണ്. അപ്പൊ നമ്മള് ഈ മൺചട്ടി എടുക്കാൻ ഒരു മെയിൻ കാരണം കൂടി, ഈ മൺചട്ടിയിൽ ശരിക്കും കുക്ക് ചെയ്യുന്നതിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മൺചട്ടി തന്നെ പ്രിഫർ ചെയ്തത്. ഇത് എന്തായാലും ഇതിന് വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾ എങ്ങനെയാ മീറ്റ് ചെയ്തത്? എനിക്കൊന്ന് അറിയാം.
ആ മീറ്റ് അല്ല. നിങ്ങൾ എങ്ങനെയാ കണ്ടുമുട്ടിയത്? എന്റെ അമ്മ അതൊക്കെ പറഞ്ഞു അല്ലേ. എന്തായാലും ഞങ്ങൾ ഇവിടെ വെച്ചല്ല ശരിക്കും മീറ്റ് ചെയ്തത്. പ്രോഗ്രാമിൽ വെച്ച് ഞങ്ങള് രണ്ടുപേരും പ്രോഗ്രാം ചെയ്യാൻ ചെന്നപ്പോഴാണ് അവിടെ വെച്ച് കണ്ടുപിട്ടത്. പിന്നെ അന്നൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അത് പിന്നെ ഞങ്ങൾ പ്രേമമായി, ഫ്രണ്ട്ഷിപ്പ് പിന്നെ ഒരു കുട്ടിയായി. ആ കുട്ടിയോട് കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു 2 വർഷത്തിന് ശേഷമാണ് മോൻ ഉണ്ടാവുന്നത്. ഓക്കെ. സോ നിങ്ങൾ ഇങ്ങനെ മീറ്റ് ചെയ്തത് മുംബൈയില് വെച്ച് പ്രോഗ്രാമിൽ കണ്ടുപിട്ടത്. പരിചയപ്പെടുന്നു. പ്രോഗ്രാമിൽ കാണുന്ന പോലെ കണ്ടു. നിങ്ങൾ രണ്ടുപേരും തിങ്ക് ചെയ്യുന്ന വേവ് ലെങ്ത് ഒക്കെ ഒരേപോലെയാണോ? നിങ്ങൾ ആലോചിക്കുന്ന ചിന്തിക്കുന്നതൊക്കെ എല്ലാം ഒരേപോലെ ആവണമെന്നില്ല. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ട്. കാരണം ഞങ്ങൾ ലോകത്ത് ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒപ്പീനിയൻസിൽ ഭയങ്കരമായിട്ടുള്ള കാഴ്ചപ്പാടില്ലേ, വ്യക്തിത്വങ്ങൾ എന്ന് പറയില്ലേ. അപ്പൊ നമുക്ക് നമ്മളുടേതായ ഒരാളുടെ ഒരു കാഴ്ചപ്പാടുണ്ടാവും, അയാൾക്ക് മറ്റൊരാൾക്ക്. ഈ രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചും ഇത് ചെയ്ത് പോകുമ്പോഴാണ് അവിടെ ഒരു ബാലൻസ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോകുമ്പോഴാണ് ഒരു കുടുംബം ഉണ്ടാവും. ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ വിട്ടുകൊടുക്കുന്ന ആള്? നിങ്ങൾ രണ്ടുപേരിൽ വിട്ടുകൊടുക്കുന്ന ഏറ്റവും അറിയിക്കട്ടെ എന്താ കാര്യം അറിയോ? രക്ഷയില്ല. ആവശ്യമില്ലാത്തതിനൊക്കെ ബലം പിടിച്ച് നമ്മളുടെ ദിവസമൊക്കെ പോവേ. കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ? അല്ല അതിനുള്ള നിങ്ങൾ എപ്പോഴും ഷൂട്ടിംഗ് ഷൂട്ട്. അത് മാത്രമല്ല, ഇവിടെ ആണെങ്കിൽ അമ്മയുണ്ട്, പിന്നെ ഞാനും ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഞാനും അമ്മച്ചിയും കൂടിയാണ് പോയിക്കെ ചെയ്യാ. പിന്നെ അവിടെ ആണെങ്കിലും അവിടെ അമ്മച്ചി ഭയങ്കര എക്സ്പേർട്ടാണ്. എന്റെ അമ്മ ഭയങ്കര കൈപുണ്യമുള്ള ഒരു പാചക വിദഗ്ധയാണ്. അമ്മായിയമ്മ നല്ല ഒരു കൈപുണ്യമുള്ള പാചക വിദഗ്ധയാണ്. ഭാര്യ ഇവരോടൊക്കെ മത്സരിച്ച് നിൽക്കാൻ ശ്രമിക്കുന്ന കൈപുണ്യമുള്ള ഒരു പാചക വിദഗ്ധയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് കുക്കിംഗ് ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല. നമുക്ക് അങ്ങനെ ഒരു ആവശ്യം ആണുങ്ങൾ അങ്ങനെ വരണ്ട. കാരണം നമ്മുടെ വീട്ടിൽ ആരും ഇല്ല. ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും മാത്രം. ഇപ്പൊ എന്റെ അമ്മയൊന്നുമില്ല. അങ്ങനത്തെ ഒരു കുടുംബത്തിലാണെങ്കിൽ ചിലപ്പോൾ മനു ഒക്കെ ഹെൽപ്പ് വന്നേനായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം മനു നമുക്ക് സാധനങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊണ്ടുവരികയും ബാക്കിയുള്ള ഈ ആണുങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഉള്ളൂ. കുക്കിങ്ങിൽ അത് ചിലപ്പോ ആവേശത്തിന്റെ പുറത്ത് വന്നിട്ട് വേറൊരു കാര്യം നീ പറയാം. ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട്, പരിപ്പ് കറി. നല്ലൊരു സിമ്പിൾ കറിയാണ്. ഞാൻ എന്നെ തന്നെ പറയാത്തോണ്ട് ഞാൻ പറയാം, ഞാൻ നല്ല കൈപുണ്യമുള്ള ഒരാളാണ്. ആണോ? ഇതെന്താ ഇങ്ങനെ ഒച്ചക്ക് വരുന്നത്? അത് ഒന്ന് കുറച്ച് വെച്ചതാ ഞാൻ. വായു മർദ്ദമാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. ഇത് ഏത് അവസ്ഥയിലാണ് നമുക്കൊന്ന് നോക്കിയേക്കാം. അടിയിലൊന്നും പിടിക്കണ്ടല്ലോ. ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇപ്പൊ വിളിക്കാൻ പോവാണ്. ഇവരെങ്ങനെയാണെങ്കിൽ ഇവരുടെ മോൻ എങ്ങനെയാണെന്ന് നോക്കാലോ. ആരോമലേ നീ അവൻ എന്റെ അടുത്ത് വരും അല്ലേ? ഞങ്ങൾ ഇന്നലെ പള്ളിയിലൊക്കെ പോയി അല്ലേ ഞങ്ങരു? ഉണ്ണിയേശു ജനിച്ചതൊക്കെ കണ്ടു. ഓണമായാലും വിഷുവായാലും നമുക്കറിയില്ല, നമ്മള് ലൊക്കേഷനിലായിരിക്കും, പ്രോഗ്രാംസിലായിരിക്കും, ഒന്നുമില്ല, നമുക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞു നമ്മള് ഭാര്യ ഭർത്താവായി കുട്ടിയാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് വേണ്ടി എസ്പെഷ്യലി നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ അല്ലേ? തീർച്ചയായും. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഇതിപ്പോ നമ്മള് ഒട്ടും ഒഴിവാക്കാറില്ല. എന്ത് ഒക്കേഷൻ ആണെങ്കിലും ഫാമിലി കംസ് ഫസ്റ്റ്. അതെ, വർക്കൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. ഏറ്റവും നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം തന്നെ. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഫാമിലിയിൽ ഇങ്ങനെ കാര്യങ്ങളിൽ ഞങ്ങൾ ഒരിക്കലും ഇപ്പൊ മിസ് ചെയ്യാറില്ല. എപ്പോഴും ഒരുമിച്ചുണ്ടാവാറുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ ആണെങ്കിൽ ഇങ്ങനത്തെ ഞങ്ങളെ അറിയാലോ, 2 കാസ്റ്റ് ആയതുകൊണ്ട് ഈ എന്താണ് ഓണം അവിടെയായിരിക്കും, ക്രിസ്മസ് എവിടെയായിരിക്കും, വിഷു അവിടെയായിരിക്കും, അങ്ങനെ അങ്ങനെ അങ്ങനെ. പിന്നെ ഞങ്ങൾക്കൊരു ഇതില്ല, മാറ്റമില്ല. രണ്ടായാലും ഞങ്ങൾ ആഘോഷിക്കണമല്ലോ. എല്ലാം ഞങ്ങള് ആഗ്രഹം കൂടെ ഉള്ളൂ, എന്റെ മോനൊരു മുസ്ലിം പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണം. എന്തിനാ? അപ്പൊ പിന്നെ റംസാനും ഇത് പിന്നെ ബക്രീദും ഞങ്ങൾ അവിടെ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞാൽ തികച്ചും ഞാനൊരു അതീതമായി ചിന്തിക്കുന്ന മനുഷ്യനാണ്. മോൻ ഇതൊന്നും മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ അച്ഛനും അമ്മ എന്നോട് എതിർപ്പ് പറഞ്ഞു. മനസ്സിലായോ? ദൈവത്തിന്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണ് അല്ലേ? അപ്പൊ ഈ ക്രിസ്മസിന്റെ അന്ന് നമ്മളുടെ മെയിൻ മെസ്സേജ് അതാണ്. ഞങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എപ്പോഴും എന്തിലും ഞങ്ങൾ രണ്ടും പറയുന്നതാണ്. ഞങ്ങൾ രണ്ടും യേശുദേവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹം നമ്മുടെ നീതിന്യായത്തിനും അല്ലെങ്കിൽ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് അവതാരമെടുത്ത ഒരു പുണ്യജന്മമല്ലേ? അപ്പോ
അതൊരു വിശേഷപ്പെട്ട ദിവസം തന്നെയാണ്. അതൊക്കെ ഈ മഹാത്മാക്കൾ അല്ലെങ്കിൽ പുണ്യാത്മാക്കളുടെയൊക്കെ ജീവിതത്തെ മാതൃകയാക്കണം. ഇതുപോലെ ഇനിയിപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ലോ 6 വയസ്സുള്ള കുട്ടി. അവൻ പഠിപ്പിച്ചു തരാം അച്ഛന് അങ്ങോട്ട്. അവനങ്ങനെ ഞങ്ങളെ കണ്ടുവല്ലേ അവനെ അറിയാം അപ്പൊ എല്ലാം ഒന്നാണെന്ന് അല്ലേ ശങ്കരു? കണ്ണനായിട്ടുള്ള കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തു, അതെല്ലാരും കേൾക്കട്ടെ. കണ്ണനായിട്ടുള്ള വിശേഷം ഒന്ന് കേൾക്കട്ടെ. കണ്ണൻ അവന്റെ ഫ്രണ്ട് ആയിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി, ഒരു ചെറിയ ഇടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. പക്ഷെ അവരിപ്പോ കോംപ്രമൈസ് ആയിട്ട് ഇപ്പൊ എങ്ങനെയാണ് ഗോയൊന്നുമില്ല, വളരെ ഫ്രണ്ട്സ് ആയി, ഓക്കെ പറഞ്ഞു. ഇപ്പൊ വഴക്കിടില്ല, വയസ്സാവുന്നവരെ കേട്ടോ, നോട്ട് ദാറ്റ് പോയിന്റ്. അത് മാത്രമല്ല ഫോൺ നമ്പർ കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം കണ്ണൻ ശങ്കര് വിളിക്കാൻ പറ്റും. വൈകുന്നേരം വന്നപ്പോ ഭയങ്കര വിളിയാണ് അങ്ങോട്ട്, ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് ശക്തമായി. ഈ ക്രിസ്മസിന് ഞങ്ങൾക്ക് ഒരു സന്തോഷം കൂടി ഉണ്ട്. കാരണം മോനൊരു ടെലിഫിലിം സിനിമയിൽ അഭിനയിച്ചു. ONV കുറുപ്പ് സാറിന്റെ അതിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ്. അപ്പൊ അങ്ങനെ അതൊരു സന്തോഷം. ഫിലിം സൊസൈറ്റിയുടെ അവാർഡ് കിട്ടി. ഒന്ന് സൈന്റെയും ഒന്ന് കോണ്ടാക്ടിന്റെയും കിട്ടി. അപ്പൊ ഒരു താരമാണിത്. ഒരു ഡയലോഗ് പറഞ്ഞേ ആ സിനിമ. കുഞ്ഞെടുത്തിട്ട് ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞേ. രാമുന്റെ വീട്ടില് രാവിലെ പുട്ടും ദോശയൊക്കെയാണ് പറയാ. അപ്പൊ അവര് വലിയ സ്വയം ആശ്വസിക്കുകയാണ്. അവര് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് നല്ല കുറുകി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പണിയുള്ളൂ. ഇനി നമ്മള് നല്ല അപ്പം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വെച്ചെടുത്താൽ മതി. നമുക്ക് എന്താണ് ഇത് ഇതിനകത്തേക്ക് ഇനി കടുക് ഇതാക്കി താളിച്ചിടണം. ആ ഒരു ഇനി കടുക് താളിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് വേണം അവസാനം നമുക്ക് ഒന്നാം പാല് ഇടാനായിട്ട്. ഉള്ളിയൊക്കെ ഒന്നും മൊരിഞ്ഞോട്ടെ, നല്ല അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും. ഒന്നും പേടിക്കാനില്ല, എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്കിത് ഇങ്ങോട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. ഒരു സെക്കൻഡ് ഇടക്കല കൈ മാറ്റുമല്ലോ. അനക്കല അവിടെ അങ്ങനെ ഇരിക്കട്ടെ. വേണ്ട അതിന്റെ മേളിൽ അങ്ങനെ ഇരിക്കട്ടെ. അതിന്റെ ഒരു ഭംഗിയാണ്. ഇനി നമുക്ക് പക്ഷെ ഒരു പണിയും കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ കഴിഞ്ഞില്ല കേട്ടോ. നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞില്ല, നമുക്ക് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് മറ്റേ നമ്മുടെ മട്ടൻ കറി റെഡിയായി. നമ്മളിങ്ങനെ മട്ടൻ കറിയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പാലപ്പം കൂടി ഉണ്ടാക്കിയാൽ മതി. പാലപ്പത്തിന്റെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പാലപ്പം ഒഴിക്കുക, ഉണ്ടാക്കുക, പിന്നെ കഴിക്കുക. പാലപ്പവും മട്ടൻ കറിയും റെഡി ആയി കഴിഞ്ഞു. ഇവരുടെ ക്രിസ്മസ് എങ്ങനെയാണെന്ന് അറിയാനാണല്ലോ. അപ്പൊ ഇനി അടുത്ത സ്റ്റേജ് എന്താ? നമ്മള് പാചകം എല്ലാം കഴിഞ്ഞു, മട്ടനും അപ്പവും റെഡിയായി.